അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധ ഇസ്ലാം ഓരോ വിഷയങ്ങൾക്ക് അതിൻ്റെതായ ചിട്ടകൾ, അതിൻ്റെതായ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതുവരേക്കും ബാത്റൂമിൽ വെച്ച് എങ്ങനെയാണ് കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്, അവിടെ വെച്ച് പാലിക്കേണ്ട ചില നിബന്ധനകൾ നമുക്ക് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ബഖിയത്തുൽ മുസ്തർഷിദീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ബാത്റൂമിൽ വെച്ച് ചില കർമ്മങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, ദാരിദ്ര്യങ്ങൾ, രോഗങ്ങൾ വരാൻ നമ്മുടെ പ്രവർത്തനം കാരണമായി തീരും. അതിൽ ആദ്യമായി പറയുന്നത്, ബാത്റൂമിൽ വെച്ച് കാഷ്ടത്തിലേക്കോ മൂത്രത്തിലേക്കോ തുപ്പിയാൽ ഉണ്ടാകുന്ന രോഗമാണ് യൂരിസുൽ വസ്വാസ്. വസ്വാസ് ഉണ്ടാകും, വസ്വാസ് എന്ന രോഗമുണ്ടാകും. ശൈത്വാനിയായ ഉപദ്രവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകും. വസുഫ്രത്തുൽ അസ്നാൻ, പല്ലുകൾ മഞ്ഞയടിക്കും, പല്ലുകൾ മഞ്ഞ നിറമായിത്തീരും ബാത്റൂമിൽ വെച്ച് കാഷ്ടത്തിലേക്കോ മൂത്രത്തിലേക്കോ തുപ്പിയാൽ. അതേപ്രകാരം ബാത്റൂമിൽ വെച്ച് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ മിസ്വാക്ക് ചെയ്താൽ, ബാത്റൂമിൽ വെച്ച് മൂത്രമോ കാഷ്ടമോ ആ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഒരുത്തൻ മിസ്വാക്ക് ചെയ്താൽ ഉണ്ടാകുന്ന രോഗമാണ് യൂരിസുൽ നിസിയാൻ. മറവിയുണ്ടാകും, കൂടുതൽ മറന്നു പോകും, എല്ലാ വിഷയങ്ങൾ മറക്കുന്ന ആ ഒരു രോഗമുണ്ടാകും. അതേപ്രകാരം കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരും, കണ്ണിൻ്റെ ശക്തി, കാഴ്ചശക്തികൾ അത് കുറഞ്ഞു വരുമെന്ന് മഹാന്മാർ പറയുന്നു. അതേപ്രകാരം വതൂലുൽ ഖുഊദി ഫീഹി, ബാത്റൂമിൽ ധാരാളം സമയം ഇരിക്കുക എന്നുള്ളത് അനാവശ്യമായി, ആവശ്യമില്ലാതെ തന്നെ വെറുതെ കുറേ നേരം ബാത്റൂമിൽ ഇരിക്കുക എന്നുള്ളത് യൂരിസുൽ ബവാസിർ, മൂലക്കുരുവിൻ്റെ അസുഖമുണ്ടാകാൻ അത് കാരണമായി തീരും. അതേപ്രകാരം വൽ ഇംതിഖാത്ത്, ബാത്റൂമിൽ വെച്ച് നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് മൂക്ക് വൃത്തിയാക്കിയാൽ യൂരിസുൽ ഹമ്മ, ടെൻഷൻ ഉണ്ടാക്കും. ആ ഒരു പ്രവൃത്തി കാരണത്താൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകും, എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരും. അതേപ്രകാരം വതഹരീക്കുൽ ഖാത്തം, ബാത്റൂമിൽ വെച്ച് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരുത്തൻ അവൻ്റെ കയ്യിലുള്ള മോതിരം അത് കരക്കിയാൽ, അത് അണക്കിയാൽ, അങ്ങോട്ടിങ്ങോട്ട് ചലിപ്പിച്ചാൽ ഉണ്ടാകുന്ന രോഗമാണ് യഹ്വിയിലെ ഈ ശൈത്താൻ. പിശാച്ചിൻ്റെ സ്വാധീനമുണ്ടാകും, പിശാച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കും. എല്ലാ വിഷയങ്ങളിലും ശൈത്വാനിൻ്റെ ഉപദ്രവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതേപ്രകാരം വതകല്ലുമി ബിലാ ലറൂറത്തിൻ, ബാത്റൂമിൽ വെച്ച് അനാവശ്യമായി വെറുതെ സംസാരിച്ചിരുന്നാൽ, കുറേ നേരം ബാത്റൂമിൽ സംസാരിക്കുക എന്നുള്ളത്, ആവശ്യമില്ലാതെ സംസാരിക്കുക എന്നുള്ള ആ ഒരു അസുഖം യൂരിസുൽ മക്ത, ദാരിദ്ര്യമുണ്ടാക്കും, ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമുണ്ടാക്കും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന ആ വലിയ മുസീബത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ചേരും. അതേപ്രകാരം വഖത്തുലുൽ കുമ്മലി, ബാത്റൂമിൽ വെച്ച് പേനിനെ കൊല്ലുക, പേനിയെ മൂട്ടുക എന്നുള്ള ആ ഒരു അസുഖം യബീതു മഅ ശൈത്വാൻ 40 ലൈല. ഒരുത്തൻ ബാത്റൂമിൽ വെച്ച് പേനിനെ, തലയിലുള്ള പേനിനെടുത്ത് മൂട്ടിയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ 40 ദിവസം ശൈത്വാൻ ഉണ്ടാകും. എന്നിട്ട് ദിക്റല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട്, അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലലിനെ തൊട്ട് നമുക്കവൻ മറപ്പിച്ച് കളയും. നല്ലതിനോട് നമുക്ക് ഒരു അടുപ്പം കുറച്ച് കളയാൻ അവനിക്ക് സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് ബാത്റൂമിൽ വെച്ച് ഈ പ്രവർത്തനം ചെയ്യുന്ന കാരണത്താലാണ് നമുക്കുണ്ടാവുക എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ്.
അതേപ്രകാരം വജഅല റഅസ ബൈനൽ യദൈനി, രണ്ട് കൈകൾക്കിടയിൽ തലയെ ആക്കുക. രണ്ട് കൈകൾക്കിടയിൽ തലയെ ആക്കുക, അതായത് കൈകൾക്കിടയിൽ തലയെ കുത്തിവെക്കുക. എന്നാൽ ആ ഒരു അസുഖമുണ്ടായാൽ യുക്കുസിൽ കൽബ് കടുത്തുപോകും, ഹൃദയം കടുത്തുപോകും. അതേപ്രകാരം യുദ്ഹിബുൽ ഹയാഹ, ലജ്ജ, നാണം ഇല്ലാതായി പോകുമെന്ന് മഹാന്മാർ പറയുന്നു. അതേപ്രകാരം യൂരിത്തുൽ ബറസ, വെള്ളപ്പാണ്ടെന്ന ആ വലിയ അസുഖം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാർ അവിടെ കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ വിഷയമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ബാത്റൂമിൽ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇനി മുതൽ ജാഗ്രത പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ച് അത് ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.